നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പി.വി. അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനായി പുറപ്പെടുകയാണ്. ചന്തക്കുന്നിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം. 6:30 തുടങ്ങേണ്ടുന്ന യോഗം 6:37 ആകുമ്പോൾ അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ ചന്തക്കുന്നിലെ വേദിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, എത്ര സമയമെടുക്കും ചന്തക്കുന്നിലേക്ക് എത്തിച്ചേരാൻ? ഏതായാലും വലിയൊരു ജനാവലി അദ്ദേഹത്തെ കേൾക്കാൻ അവിടെ കാത്തു നിൽപ്പുണ്ടല്ലോ. അനുജ, നിലവിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നിലവിൽ ചന്തപ്പടിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. പി.വി. അൻവർ എം.എൽ.എയുടെ വാഹനം നിലവിൽ നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും നിലവിൽ അങ്ങോട്ടേക്ക് ചന്തപ്പടിയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നു. ചന്തപ്പടി ഒരുക്കിയിരിക്കുന്ന വേദിക്ക് ഏതാനും മീറ്ററുകൾക്ക് അകലെ നിന്നും ഒരു പ്രകടനമായിട്ടായിരിക്കും ഈ വേദിയുടെ ഭാഗത്തേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വലിയ ഒരു ജനാവലി പി.വി. അൻവർ എം.എൽ.എയെ കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും പി.വി. അൻവർ എം.എൽ.എയുടെ വാഹനം നിലവിൽ ഈ നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വാഹനം ചന്തക്കുന്ന് ഭാഗത്തേക്ക് നീങ്ങുന്നു. ഈ ഗസ്റ്റ് ഹൌസിന് പുറത്ത് വലിയ രീതിയിൽ പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് വലിയ ഗതാഗത സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നു. കനത്ത പോലീസിന്റെ സുരക്ഷയിലാണ് പി.വി. അൻവർ എം.എൽ.എ നിലവിൽ ഇവിടെ നിന്നും ഈ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഇല്ലാതിരിക്കുക, അങ്ങനെ വല്ല സാധ്യതയുണ്ടെങ്കിൽ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം വലിയൊരു സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും പി.വി. അൻവറിന്റെ വാഹനം നിലവിൽ നിലമ്പൂർ ടൗണിലൂടെ ഈ ചന്തക്കുന്ന് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനാവലി അദ്ദേഹത്തെ കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി 6:30 ആണ് പരിപാടി തുടങ്ങുക എന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് 6:45 പിന്നീട് മാറ്റുകയായിരുന്നു. ഈ ഘട്ടത്തിലും നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ജില്ലയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി ആളുകളാണ് വന്നത്. പലരും പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, പാർട്ടിയുടെ അംഗങ്ങൾ, പലരും പ്രധാനമായും പറയുന്നത് പി.വി. അൻവർ എം.എൽ.എ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്. നിലവിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി തങ്ങൾ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഏതായാലും അൻവറിന് എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്തൊക്കെ തെളിവുകളായിരിക്കും പി.വി. അൻവർ ഹാജരാക്കുക എന്നുള്ളതാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് നിലവിൽ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയൊക്കെ ആളുകൾ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനടക്കം എത്ര ആളുകളായിരിക്കും അൻവറിനെ കേൾക്കാനായി എത്തുക എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പി.വി. അൻവറിലൂടെ വളരെ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നിലമ്പൂരിൽ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അൻവറിന്റെ നേതൃത്വത്തിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായ ഒരു ഘട്ടം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ പി.വി. അൻവറിന്റെ കൂടെയുണ്ട്, എത്രത്തോളം ആളുകൾ പി.വി. അൻവറിനെ കേൾക്കാനായി വരും എന്നടക്കമുള്ളത് പാർട്ടി കേന്ദ്രങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ പാർട്ടി അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് യാതൊരുവിധ നടപടിയും പങ്കെടുക്കുന്നവർക്കെതിരെ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രതികരണം ഒരുപക്ഷെ അദ്ദേഹം നടത്തിയത് ഇതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പി.വി. അൻവർ എം.എൽ.എ ഇതുവരെ ഉന്നയിച്ചിരുന്ന എല്ലാ ആരോപണങ്ങളും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ വീണ്ടും വളരെ ശക്തിയായി ചന്തക്കുന്നിലെ വേദിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. 5 മിനിറ്റിനകം അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തും. കൃത്യം 6:45 തന്നെ ഈ പരിപാടി തുടങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് ചന്തക്കുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തെ കേൾക്കാനായി അവിടെ കാത്തു നിൽക്കുകയാണ്. നിറഞ്ഞു കവിഞ്ഞ ഒരു ഗ്രൗണ്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്താകും അദ്ദേഹം പറയാൻ പോകുക എന്നുള്ളതാണ് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വിപിൻ സി വിജയനിലേക്ക് വീണ്ടും. വിപിൻ, നേരത്തെ നമ്മൾ വിപിനോട് സംസാരിക്കുന്നവരെയൊക്കെ കണ്ടപ്പോൾ അവരെല്ലാവരും തന്നെ പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്, പാർട്ടി അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധമുള്ളവരാണ്, CPI പ്രവർത്തകരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം, അൻവറിനൊപ്പം സഖാക്കളുണ്ട്. അദ്ദേഹം ഇനി തീപ്പന്തമാകാൻ പോകുന്നു, അങ്ങനെയല്ലേ? രാഷ്ട്രീയ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. അത് അല്പസമയത്തിനകം തന്നെ MLA ഇവിടേക്ക് തിരിച്ചു കഴിഞ്ഞു. ഈ കാണുന്നത് പോലെ തന്നെ ജനസഞ്ചയം ഇവിടെയുണ്ട്. ഒരു 3:30 മുതൽ തന്നെ ഈ ഒരു തിരക്ക് ഓരോ നിമിഷവും നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം വരുമെന്നുള്ള പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു അതിന്റെ എതിരാളികളൊക്കെ കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് വലിയ ഒരു ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയാവുന്ന രീതിയിലേക്ക് തന്നെ അത് മാറുന്ന ഒരു രീതിയാണ്. നിങ്ങൾ എന്നെ എവിടുന്ന വരുന്നത്? അതാണ് അൻവറിന്റെ മണിയാണ്. സത്യത്തിന്റെ കൂടെയാണ് ഞങ്ങളുള്ളത്. അൻവർ എന്താണ്? സത്യമാണ്. സത്യം പറയുന്നവരോട് ഏത് CPM-മാരും ഏത് മുഖ്യമന്ത്രി എതിർത്താലും ഞങ്ങൾ സത്യത്തിന്റെ കൂടെയാണ്. അതാണ് അൻവർ ഞങ്ങളുടെ MLA ആണ്. കുറെ ആരോപണങ്ങളുണ്ട്.
അദ്ദേഹത്തിന് ഒരു നീതി കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണോ? സത്യം അത്രേ ഉള്ളൂ. നീതി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇറങ്ങിയത്. ജനങ്ങൾ പുറത്തേക്ക് കിട്ടിയില്ല, നീതി കിട്ടിയില്ല. അൻവർ പറഞ്ഞ ഒരു കാര്യത്തിനും ഒന്നും പറയില്ല. മുഖ്യമന്ത്രി വരെ മുണ്ടിയോ ഒരു വർത്താനം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്താതെ പറഞ്ഞു. ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇതുവരെ ഒന്ന് പറഞ്ഞോ മുഖ്യമന്ത്രി പറഞ്ഞോ? ഞങ്ങൾ സത്യത്തിന്റെ കൂടെയാണ്. അൻവർ സത്യം വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആളുണ്ട്. അൻവറിന്റെ പെങ്ങളുണ്ട്. എവിടുന്നാ വരുന്നേ? ഞാൻ വൈക്കറന്ന് വരുന്ന ആളാ. സത്യത്തിന്റെ കൂടെ ജനങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ അടുത്തുള്ള ആളാണ്. എങ്ങനെയാണ് അപ്പോ ഇതിനെ കാണുന്നത്? ഇപ്പൊ ഈ ഒരു വിശദീകരണ സമ്മേളനം വരുന്നു. ഇവിടെ നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിന്റെ ഒരു തട്ടകം എന്ന് തന്നെ പറയാവുന്ന സ്ഥലമായിരുന്നു. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള മുദ്രാവാക്യം വരെ വിളിക്കുന്നൊരു. പക്ഷേ അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് പ്രതിപക്ഷവും എല്ലാവരും കൂടി പറയേണ്ടത് അദ്ദേഹം ഭരണപക്ഷമായ MLA അത് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന സത്യം. അതാണ് സത്യം പുറത്തു വരണം. അന്വേഷിക്കട്ടെ. അപ്പൊ ഇവര് ഒന്നും അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. ഒന്നും അന്വേഷിച്ചിട്ടില്ല. അവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അവങ്ങി നിൽക്കുകയാണ്, മുഖ്യമന്ത്രി അടക്കം. അൻവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഒരു കേസും പ്രധാനമായിട്ട് അന്വേഷിച്ചാൽ തെളിയുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ കരുതുന്നുണ്ടോ? അൻവർ പറഞ്ഞ ആൾക്കാരുടെ പേരിൽ കേസ് എടുത്തിട്ടില്ലല്ലോ. അൻവറിന്റെ പേരിലാണല്ലോ ഇപ്പൊ കേസ് എടുക്കണേ. അൻവർ സത്യം വിളിച്ചു പറയും. സത്യത്തിന് കേസ് പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞതുകൊണ്ടാണ് അൻവറിനെതിരെ കേസെടുത്തത്. അങ്ങനെ തന്നെയാണോ കരുതുന്നത്? അത് സത്യമല്ല, അതല്ല ശരി. ഞാൻ ഈ മണ്ഡലക്കാരനല്ല, ഞാൻ മലപ്പുറം മണ്ഡലക്കാരനാണ്. അൻവറിന്റെ പാർട്ടിക്കാരനുമല്ല, അതായത് CPM കാരനുമല്ല, അൻവറിന്റെ പക്ഷക്കാരനുമല്ല. ഇന്ന് അൻവർ ഉന്നയിച്ച ഈ ചോദ്യങ്ങളുണ്ടല്ലോ, അത് കേരള സമൂഹം ചോദിച്ച ചോദ്യമാണ്. അതിന് മറുപടി കിട്ടണം. അത് കേരള സർക്കാർ മുഖ്യമന്ത്രിക്കെതിരെ, CPM-നെതിരെ, പാർട്ടിക്കെതിരെ അല്ല. ഇന്ന് കേരളത്തിന്റെ അവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. നിങ്ങൾ എവിടുന്നാ? ഞാൻ എടക്കരയിൽ നിന്ന്. എടക്കര ഒരു പാർട്ടി കേന്ദ്രം കൂടിയാണല്ലോ. CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. അപ്പൊ എങ്ങനെയാണ് അത് അൻവറിനെ കാണുന്ന കാര്യങ്ങൾക്കൊന്നും സർക്കാരിന് വ്യക്തമായ ഒരു മറുപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാരണത്താലാണ് അൻവറിന് കൂടെ നിൽക്കുന്നത്. വ്യക്തമായ സർക്കാരിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കുറിച്ചോ കാര്യങ്ങളൊന്നും അൻവർ പറഞ്ഞിട്ടില്ല. അൻവർ നടക്കുന്ന ഓരോ അനീതിക്കെതിരെയാണ് ശബ്ദിക്കുന്നത്. അൻവർ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും അൻവറിനെ പൂട്ടാന് ഓം ഉന്നയിച്ച അൻവർ തന്നെ, വേറൊന്നുമില്ല. എന്താണ് PV കൊന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്നുമില്ല, കൊല്ലൂല, കൊല്ലുള്ള ആൺകുട്ടികളില്ലെന്ന്. അൻവർ നെൽമൂരിന്റെ മുത്താണ്. അൻവറിനെ പൂട്ടാന് ജനങ്ങൾ അനുവദിക്കൂല. ഈ ജനങ്ങൾ മുഴുവൻ, നിലമ്പൂർ ജനത മുഴുവൻ അൻവറിന്റെ കൂടെ ഉണ്ട്. ഞങ്ങളാരും അൻവറിനെ പൂട്ടാൻ അനുവദിക്കൂല. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കേസെടുത്തതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഫോൺ ചോർത്തലിൽ കേസ് എടുത്തിട്ടുണ്ട്. അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകാം. അത് അൻവർ ആരോപണങ്ങൾ കള്ളക്കേസാണ്, തീർച്ചയായിട്ടും കള്ളക്കേസാണ്. അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ല. കാര്യം ഒറ്റക്കെട്ടായി നിങ്ങൾ ഈ മണ്ഡലത്തിലെ ഇപ്പൊ എടക്കര അടക്കമുള്ള മണ്ഡലത്തിലെ ആളുകളാണ്. കഴിഞ്ഞ ഒരു 5 വർഷം ഒരു അൻവർ പരാജയമായിരുന്നു MLA എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. നിങ്ങൾ ഇതിനെങ്ങനെ കാണുന്നത്? നോക്കാതെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആളാണ്. ജാതി മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അൻവർ. അതാണ് PV അൻവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. ഇത് പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞ കാര്യമാക്കണ്ട. നല്ല അങ്ങനത്തെ ഒരു ആളെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയൂല. അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കണം കരുതിയിട്ടില്ല. അതാണ് അൻവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഏറെ ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വേദിയിലേക്ക് എത്തും. വലിയ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കരുതുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിശദീകരണ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് തന്നെ സജീവ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ചില പ്രാദേശികമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും വരെ ഈ പൊതുസമ്മേളനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടി അത് വിശദീകരിക്കേണ്ടി വരും. ഇത് ഈ ആളുകളൊക്കെ പറയുന്നത് അൻവർ ഉയർത്തിയ ചോദ്യങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുദ്രാവാക്യം വിളിയോടുകൂടി ഈ പൊതുസമ്മേളന വേദിയിലേക്ക് PV അൻവറിനെ നയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
ആയിരക്കണക്കിന് ആളുകൾ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത്. ജില്ലയിലെ മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്ന്, കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ അൻവർ എന്താണ് പറയുന്നത്, അൻവർ ഈ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ എന്ത് നടപടി സർക്കാർ എടുത്തു എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ അൻവറിന്റെ ഭാഗത്ത് ഒരു വിശദീകരണ യോഗം ഉണ്ടാവുന്നത്. ആദ്യ വിശദീകരണ യോഗമാണിത്. ഇതിനുശേഷം ഈ മലപ്പുറം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെങ്കിലും താൻ സംസാരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഓരോ കേസുകളിലുമുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നും അറിയിച്ചിരിക്കുന്നു. നാളെ ഇതേ സമയത്ത് തന്നെ കോഴിക്കോട് മാമി കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അദ്ദേഹം ഇതുപോലൊരു പൊതുസമ്മേളനം നടത്തുന്നു. അങ്ങനെ അൻവർ നടത്തുന്ന ആദ്യ വിശദീകരണ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അനുജ, അല്പസമയത്തിനകം രാഷ്ട്രീയ വിശദീകരണ യോഗം ആരംഭിക്കും. പി വി അൻവർ ചന്തക്കുന്നിലെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അണികൾ, അനുഭാവികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ആ കാഴ്ച തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് 24 എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും, അതിൽ തെളിവുകൾ പുറത്തുവിടുമെന്നത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിലേക്ക് എന്താണ് അദ്ദേഹത്തിന്റെ നീക്കം, തുടർ നീക്കം എന്താണ്, രാഷ്ട്രീയമായി അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, പുതിയ പാർട്ടി രൂപീകരിക്കാൻ ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടെങ്കിൽ അത് ചെയ്യും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വേദി തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞ ജനാവലിയെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മോട് സംസാരിച്ചവർ എല്ലാവരും തന്നെ പറയുന്നത് കൂടുതൽ പേരും അതിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതോ പാർട്ടി അംഗങ്ങളോ ഒക്കെയാണ്. പക്ഷേ അവർ പറയുന്നത് പി വി അൻവർ പറയുന്ന ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്നുള്ളതാണ്. അതിൽ അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായൊരു മറുപടിയിലേക്ക് പാർട്ടി പോയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും കൃത്യമായൊരു വിശദീകരണത്തിലേക്ക് പാർട്ടി പോയിട്ടില്ല. അതവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ തരത്തിലേക്കുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പൂർണ്ണമായും അൻവറിനൊപ്പം എന്ന് പറയുന്ന ഒട്ടേറെ പ്രവർത്തകരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. LDF-മായി ബന്ധമുള്ളവരെ, CPIM അംഗങ്ങളെ, CPI അംഗങ്ങളെ ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നില്ല, പാർട്ടിയൊന്നും നടപടിയിലേക്ക് പോകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ അൻവറിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്താണ്, അതിന്മേലൊക്കെയുള്ളൊരു വ്യക്തത അല്പസമയത്തിനകം കൈവരും. നാളെ കോഴിക്കോട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പൊതുയോഗമുള്ളത്. അതിൽ മാമി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, നേരത്തെ പാർട്ടിക്ക് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പുറത്തുവിടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേദിക്ക് സമീപം വലിയ സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 500 പേർ എത്തുമായിരിക്കുമെന്ന് പരിഹാസ രൂപേണ നേരത്തെ പി വി അൻവർ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ അതെല്ലാം കടന്ന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ ജനാവലി ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നത്. എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നത്, പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പി വി അൻവറിനെ. അദ്ദേഹം ഇന്നിപ്പോൾ വെല്ലുവിളി സ്വരത്തിൽ പറഞ്ഞത് തൻ്റെ ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ നിലമ്പൂരിലെ പല പഞ്ചായത്തുകളിലും ഭരണം പോകും, പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാൻ താൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രവർത്തകരോട്, അണികളോട് എന്നതാണ്. ഏതായാലും എന്തായിരിക്കും പി വി അൻവറിൻ്റെ അടുത്ത നീക്കം, അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും, തീപ്പന്തമാകാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയത്. ആ തരത്തിലേക്ക് തീപ്പന്തമാവുമോ പി വി അൻവർ, ഇതെല്ലാം അറിയാനായി രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ യോഗത്തിന് തുടക്കമാകും. 6:30 തുടങ്ങുമെന്ന് പറഞ്ഞത് പിന്നീട് 6:45 മാറ്റിയിരുന്നു. ഇപ്പോൾ സമയം 6:50 ആകുന്നു. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ വളരെയധികം നീണ്ടു പോകാറുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയമെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം എത്ര സമയം സംസാരിക്കും എന്നത് നമുക്ക് വ്യക്തമല്ല. ഏതായാലും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന അണികൾ അദ്ദേഹത്തിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അദ്ദേഹം അല്പസമയത്തിനകം സംസാരിക്കാൻ ആരംഭിക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് നിലമ്പൂരിൽ അല്പസമയത്തിനകം തുടക്കമാകും. അദ്ദേഹം വേദിയിലേക്ക് ഉടനെത്തും. അവിടെ എത്തിയിരിക്കുന്നവർക്ക് മുഴുവൻ കാണത്തക്ക രീതിയിൽ, കേൾക്കത്തക്ക രീതിയിൽ അവിടെ വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ജനാവലി അദ്ദേഹത്തെ കേൾക്കാനായി എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക്, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്നവരാണ് എന്നുള്ളതാണ്. ആ പാർട്ടി, CPIM-ലെ അണികൾ, CPIM-ലെ പ്രവർത്തകർ, അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ അദ്ദേഹത്തെ കേൾക്കാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ എത്തിയിട്ടുള്ളവർ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്, അതിലേക്കാണ് ഇനി പോകുന്നത്. ദയവ് ചെയ്ത് ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്നും മാറിക്കൊടുത്ത് മീഡിയാസിന് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. പോലീസുകാരുടെ നിർദ്ദേശം ദയവ് ചെയ്ത് അനുസരിക്കുക. നമ്മൾ
ദയവ് ചെയ്ത് ചന്തക്കുന്നിലെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. അണികളെ അഭിവാദ്യം ചെയ്യുകയാണ് PV അൻവർ. ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും അതെല്ലാം നമുക്കറിയാൻ കഴിയും. ഏതാനും നിമിഷങ്ങൾക്കകം ആ യോഗം ആരംഭിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഉള്ളവർ മാത്രമല്ല, മറ്റ് പല ജില്ലകളിൽ നിന്നുള്ളവർ കൂടി അദ്ദേഹത്തെ കേൾക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത് പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവർ, പാർട്ടി അംഗങ്ങൾ, പ്രതിനിധീകരിക്കുന്ന ആളുകൾ, പാർട്ടിയെ അങ്ങനെ ഒട്ടേറെ ആളുകൾ, ഇടതുപക്ഷവുമായി ബന്ധമുള്ളവർ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നവരിൽ ഭൂരിഭാഗവും എന്നുള്ളത്. അത് പാർട്ടി തന്നെ പ്രതീക്ഷിച്ച കാര്യവുമാണ്. കാരണം കേൾക്കാൻ ആളുകൾ എത്താൻ സാധ്യതയുണ്ട് എന്നതാണ് നേരത്തെ തന്നെ പാർട്ടി ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടും. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് PV അൻവറിന് നൽകാൻ പോകുന്ന ആത്മവിശ്വാസം, ആവേശം ഒട്ടും ചെറുതല്ല. അദ്ദേഹം അല്പസമയത്തിനകം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. എല്ലാ ഇടത്തും ഇത്തരത്തിലേക്ക് വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.